വേണ്ടാ പറയും എന്നോട് കുട കൂടി പോകാൻ പറഞ്ഞല്ലേ നേരിക്ക് നോക്കി നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. നമുക്ക് ഇവിടെ എന്ത് സാധനം ആവശ്യം വേണമല്ലോ ആദ്യം നമ്മൾ പോണത് ദൊഡ്ഡിയിലേക്കാട്ടോ. പിന്നെ അവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഓപ്ഷൻസ് എടുക്കുള്ളൂ. കോളേജിൽ പിന്നെ നോമ്പാന്ന് വെച്ചിട്ട് നോമ്പ് ഓർക്കാനൊന്നും തരില്ല കേട്ടോ. നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീട്ടിൽ തോലെ വാശി പിടിക്കാൻ പറ്റില്ല. എൻ്റെ കന്നഡ കേട്ടിട്ടാണെന്ന് തോന്നുക ചേച്ചിന് വല്ലാണ്ട് ഒരു നോട്ടം നോക്കി. കന്നഡ പണ്ടേ എനിക്കറിയാന്നുള്ളവർ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ബത്തേരിയിൽ നിന്ന് പ്രത്യേകം എടുത്തോണ്ടെന്ന കവറാട്ടോ ഇത്. സാധനമൊക്കെ മേടിച്ച് പൈസ എടുക്കാൻ നോക്കുമ്പോൾ ഫോണിൽ സെർവർ ഡൗൺ. പിന്നെ കയ്യിൽ പൈസ എല്ലാം കൊണ്ട് നാണം കിടാൻ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാട്ടോ. ഇതാണ് നമ്മളുടെ ദൊഡ്ഡി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സാധനം മേടിക്കാണ്ട്. നോമ്പായം കൊണ്ടാന്ന് തോന്നുന്നു ജെയിമിക്ക് വല്ലാത്ത സ്നേഹം കവറൊക്കെ മേടിച്ചു കൊടുക്കണ്ട്. ഈ അമ്മേനെ പിന്നെ അറിയാലോ. ഇനി നമുക്ക് കുറച്ച് കന്നഡ വെക്കാം. വലിയ വലിയ കന്നഡകളൊന്നും പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കൂല. എന്നാലും ഞങ്ങൾക്ക് പറ്റണ കന്നഡ പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ആ മോൻ കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇന്ന് പോയിട്ട് പരിപാടികളുള്ളതും കൊണ്ട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ. ഞങ്ങളുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിച്ചു. കുട്ടികളാണെങ്കിൽ ഒരേ ഫണ്ട്. സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോ വെച്ചപ്പോൾ പുട്ടിട്ട വീഡിയോ അല്ലേന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ട് ചോദിക്കാൻ പോയില്ല. ഇവിടെ കണ്ടില്ല ചെറിയ പാക്കറ്റ് പാലൊക്കെ കിട്ടും. എനിക്കൊരാൾക്ക് അതൊക്കെ ധാരാളം. ഇത് ആവശ്യ സന്ദർഭങ്ങളിൽ SBIക്കാരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ സെർവർ ഡൗൺ ഇടാൻ. പിന്നെ പൈസ എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനോട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ജെയിമിനെ കൂട്ടി എന്തായാലും നന്നായി. പാവന്റെ കവറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു പേനക്കടയിൽ പോയിട്ട് ആ മയക്കണ പേനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ലീ അതിൽ വലിയ മാജിക് കാണിച്ചിട്ടുള്ളതാണ് നിങ്ങളെ കാണുന്നത്. നോമ്പ് ഓർക്കാൻ ഇച്ചിരി ബജിയും മേടിച്ചു, ഇച്ചിരി ഫ്രൂട്ട്സും മേടിച്ചു. ഞാൻ വന്ന് നോക്കുമ്പോൾ അതാ ഈറ്റങ്ങളിരുന്ന് ജ്യൂസ് കുടിക്കണേ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് തിരിഞ്ഞു. അസ്തഗ്ഫിറുല്ലാ, അവർക്ക് പുറത്ത് കൊടുക്കണേ. ഇപ്പൊ ഡിറ്റർജന്റ് ഇല്ലാണ്ട് അലക്കാണ്ടൊക്കെ ഉണ്ടാ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പോവാട്ടോ. അപ്പൊ ഓക്കെടാ, നാളെ കാണാം.